ഹലോ വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പ്രിയ റസാഖ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ കക്കു ഇങ്ങനെ വന്നിരുന്നൊരു വീഡിയോ ചെയ്തിട്ട്? കുറേ ആയി, മാസങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ചില കമൻസിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരൊക്കെ പറയാറുണ്ട് നമ്മൾ കമൻറ്റൊക്കെ എന്താ പറയുക, നമ്മൾ നല്ല കമൻറ്റിന് മാത്രം റിപ്ലൈ കൊടുക്കണു, ചീത്ത കമൻറ്റ് കാണുന്നുണ്ട് എന്നാലും റിപ്ലൈ കൊടുക്കണില്ല എന്ന്. നമുക്ക് അങ്ങനെ പൊതുവേ ചീത്ത കമൻറ്റ്സ് അങ്ങനെ വരാറില്ല, വളരെ ചുരുക്കം ചീത്ത കമൻറ്റ്സാണ് വരാറുള്ളത്. അപ്പോൾ ചീത്ത കമൻറ്റ് നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ചീത്ത കമൻറ്റ് മീൻസ് എന്താ പറയുക, വിമർശിക്കുന്നതോ അല്ലെങ്കിൽ ന്യായമുള്ളതാണെങ്കിൽ റിപ്ലൈ കൊടുക്കുക, ഇതൊന്നല്ലാതെ അതെ അതെ അത്തരത്തിലുള്ള കമന്റുകൾ കേട്ടോ. ഫ്രസ്ട്രേഷൻ ആയിട്ട് എഴുതിവിടുന്ന കമന്റ്സ് ഉണ്ടല്ലോ, ആ കമന്റ് എഴുതി വിടുന്ന ആൾക്ക് ഒന്നും ആവാൻ പറ്റായിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ അസൂയ വന്നിട്ടോ ഒക്കെ എഴുതി വിടുന്ന കമന്റ്സ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ചില കമന്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. സ്വാഗതം. അപ്പോൾ കാക്കു, ഞാനാണ് കമൻറ്റുകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ല എന്ത് കമൻ്റ് ആണെന്ന്. കാരണം കമൻറ്റ്സ് നോക്കുന്നതും റിപ്ലൈ നൽകുന്നതും ഒക്കെ ഞാനാണ്. കാക്കു വർക്കിൻ്റെ കാര്യത്തിലൊക്കെ ബിസി ആയിരിക്കും. അപ്പോൾ എന്നാലും ചില കമൻറ്റൊക്കെ ശ്രദ്ധപ്പെടുമ്പോൾ എന്നോട് പറയൂല്ലേ. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഒന്ന് കൊളാബ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും വന്നില്ല, പക്ഷെ എന്നാലും വന്നത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കമൻറ്റാണ്, നിങ്ങൾക്ക് വെറുതെ കിട്ടണതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്തും ചെയ്യാലോ, അപ്പോൾ നിങ്ങളത് 4 ആൾക്കാർക്ക് നിങ്ങൾ മേടിച്ചു കൊടുക്കണം, അതാണ് ഹീറോയിസം, അല്ലാണ്ട് കണ്ണി കണ്ട കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഹീറോയിസം എന്ന്. സത്യം പറഞ്ഞാൽ എന്താ പറയാ, വിഡ്ഢിത്തരാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്താ ഇത് കാണുന്ന അവർ പറയും, ഇത് അവർ ചോദിച്ച കമന്റ് വിഡ്ഢിത്തരല്ലേ. ഒന്നാമത്തെ കേസ്, നമ്മൾ കോണ്ടന്റ് നമ്മളിപ്പോൾ ഈ വർക്കിൻ്റെ ഇടയിൽ ഇതിലൊക്കെ ബിസി ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാഷൻ ആയതുകൊണ്ടാണ്. പിന്നെ കണ്ടന്റ് ക്രിയേഷൻ, ഞങ്ങളുടെ വീഡിയോസ് കണ്ടവർക്കറിയാം, നമ്മൾ എന്തെങ്കിലും മെസ്സേജ് ഉള്ള കണ്ടന്റുകളെ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വെറുതെ നേരം പോക്കിലുള്ള കണ്ടന്റുകൾ അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇഷ്ടംപോലെ കണ്ടന്റുകൾ അത് ഇതൊക്കെ എടുക്കുക, പക്ഷെ ഞങ്ങൾ ഉപകാരപ്പെടുന്ന കണ്ടന്റ് മാക്സിമം നമ്മളത് ബൂസ്റ്റ് ചെയ്യാറുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല പണികളും നമ്മുടെ എന്താ പറയുക അതൊക്കെ അതെ അതിൻ്റെ ഇടയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് വേണം, അതിന് നമ്മൾ പരസ്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചെയ്യുമ്പോൾ വീഡിയോ ചെയ്ത് വെച്ചിട്ട് നമുക്കാരും ക്യാഷ് കൊടുന്നു തരില്ല. അപ്പോൾ നമുക്ക് നല്ലത് തോന്നുന്നത്, അത് ഞങ്ങൾ എപ്പോഴും പറയലുണ്ട്, നമുക്ക് നല്ലത് തോന്നിയാൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ, പ്രൊമോട്ട് ചെയ്യാറുള്ളൂ എല്ലാ ഐറ്റും. അല്ലാതെ പൈസ കിട്ടിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. അപ്പോൾ ഈ കമന്റ് വന്ന് എന്തിനായിരുന്നു അത് വന്നിട്ട് ക്രാഡിൽ, നമ്മളൊരു ഇലക്ട്രിക് ക്രാഡിലിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഉപകാരപ്പെടുന്ന ഇഷ്ടംപോലെ കമന്റ് ഉണ്ട്, ഉപകാരപ്പെട്ടു, അത് എവിടുന്ന കിട്ടുന്നൊക്കെ. അതെ 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 അത് മേടിക്കാൻ കഴിയുള്ളവർ മേടിച്ച് ഉപയോഗിക്കുക, അവർക്ക് ഹെൽപ്പാണത്. അല്ലാത്തവര് എന്താ ചെയ്യുക, അത് വാങ്ങാൻ പറ്റുന്ന സാഹചര്യത്തിൽ വാങ്ങുക. പിന്നെ എന്താണ് അത് മറ്റൊരു കൊടുത്തുള്ള ഹീറോയിസ് എന്നാ, നമ്മളത്ര വലിയ പണക്കാരെന്നല്ല കേസ്, നമ്മൾ ഈ പറഞ്ഞ സാധാരണക്കാരാണ്. നമ്മള് പൈസ കൂട്ടിച്ചിട്ട് പിന്നെ ഇത് കൊട്ടാരാക്കാനോ അല്ലെങ്കിൽ ബംഗ്ലാവ് പണിനോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ല. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ഒരു സമയം കണ്ടെത്തി ഇങ്ങനെ വീഡിയോസ് ചെയ്യണ്, ഇതൊക്കെ നമ്മുടെ പാഷനാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പരസ്യങ്ങളാണ്. അത് ചെയ്താലല്ലേ ഞങ്ങൾക്ക് പിന്നീടും ഇതുപോലെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു അല്ലേ ഒരു നമുക്കൊരു 100-500 ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടിൽ വന്നിട്ട് ആരും നിങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ അയാളുടെ അക്കൗണ്ട് നോക്കിയ സമയത്ത് അത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇങ്ങനൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, അതായത് ഹീറോയിസം വാങ്ങിച്ചു കൊടുക്കുന്നതല്ലേ ഹീറോയിസം എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിലും വരാറുണ്ട് കേട്ടോ. യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇത് വെറുതെ കിട്ടിയതല്ലേ, പരസ്യമല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റ്സ് ഇഷ്ടംപോലെ യൂട്യൂബിൽ വരാറുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ മേടിച്ചു കൊടുക്കുന്നതല്ലേ ഹീറോയിസം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ എന്താ പറയുക, അത് ചിലപ്പോൾ യൂട്യൂബിൽ നമ്മൾ കാണുന്ന ആൾക്കാർക്കും മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ കുറച്ച് ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടിലൊന്നും വന്നിട്ട് ആരും ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരിക്കലും അവരെ അപ്രോച്ച് ചെയ്യില്ല. അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു 10,000 ഫോളോവേഴ്സെങ്കിലും ഉള്ള ഒരു അക്കൗണ്ട് ആണെങ്കിലാണ് അവിടെ തൊട്ടിട്ടായിരിക്കും നമ്മൾ ഈ പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്ത് വരിക എന്ന് പറയുന്നത്. പിന്നെ ഒന്നാമത് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളുടെ ഒന്നും പരസ്യം TV പോലുള്ള പ്ലാറ്റ്ഫോമിൽ, ടെലിവിഷൻ അല്ലേ, അതിലൊന്നും ഇങ്ങനത്തെ സംഭവത്തിൻ്റെ ഒന്നും പരസ്യങ്ങൾ ഉണ്ടാവാറില്ല.
അപ്പോൾ അതും ചെയ്യണത് ഒരു ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, നല്ലതാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. പ്രൊമോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ബിസിനസ്സാണ്. അതെ, അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുക, അത് ആവശ്യമുള്ളവർ വാങ്ങുക. പിന്നെ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, എന്താണ് പാവപ്പെട്ട ആൾക്കാർക്ക് ഇത് വാങ്ങാൻ പറ്റില്ലേ, ആഗ്രഹം ഉണ്ടാവില്ലേന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു പണക്കാരും അല്ല എന്നാൽ പാവപ്പെട്ടവരല്ല, ഒരു മിഡിൽ ആൾക്കാരാണല്ലേ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ബെൻസ് എടുക്കാൻ. ഞാൻ കാക്കനോട് അറിയുമ്പോൾ ബെൻസ് വണ്ടി നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ബെൻസ് വേണമെന്ന് ഒന്നും അയച്ചിട്ട് അങ്ങനെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ബെൻസ് വാങ്ങാനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ ഞങ്ങൾ ബെൻസിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് എന്താ പറയാ, അത് വാങ്ങിക്കാൻ പറ്റി ലോജിക്കില്ല. പാവപ്പെട്ടവർക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് പാവപ്പെട്ടവരുടെ ഇരിക്കരുത്. നമ്മൾ അതിനെ വേണ്ടിയിട്ട് മെനക്കെടണം. അത് വാങ്ങാനുള്ള ഒരു ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ സത്യം പറയാം, ആ ഒരു ക്രാഡിലിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, അതിന് 12,000 രൂപ ഉണ്ട്. ഒരിക്കലും ഒരു പാവപ്പെട്ട ആൾക്ക് അത് വാങ്ങാനുള്ള ഒരു ഉണ്ടാവില്ല, തുണിത്തൊട്ടിയിലായിരിക്കും കിടക്കുക. അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയാ, നമ്മള് വരെ അത് വാങ്ങിക്കില്ല. ഞങ്ങൾക്ക് പ്രൊമോഷൻ വന്നോണ്ട് ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നു. പ്രൊമോഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ ഹിന്ദിയിലായിരുന്നു വന്നത്. നമ്മളത് പിന്നെ ഇംഗ്ലീഷിൽ അവരോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ തിരിച്ചയക്കും. ഒരു മാസം തിരിച്ചയക്കും എന്ന് പറഞ്ഞു. ആ തിരിച്ചയക്കുമ്പോൾ അതിന്റെ എന്താണ് നമുക്ക് വരുന്ന എന്താ പറയാ പാർസൽ ചാർജ് അത് നിങ്ങൾ തരണമെന്നും പറഞ്ഞു. ഒക്കെ ഡീൽ ചെയ്തിട്ട് ഞങ്ങൾ ഒരു മാസം ഉപയോഗിച്ചിട്ടാണ് അതിന്റെ പ്രശ്നം ചെയ്തത്. അടിപൊളിയാണ്, നമുക്ക് നല്ല ഉപകാരമാണ്. പക്ഷെ ചെറുത് അറിയാലോ തക്കുടു, അവളൊക്കെ അതിൽ കിടത്തിയിട്ട് ഇവള് പല ജോലികളും ചെയ്യും ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്തൊക്കെ. പിന്നെ അതുപോലെ ന്യൂ ബോൺ ബേബീസ് കുഞ്ഞു കുട്ടികൾ തൊട്ടിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിപ്പോൾ വായിക്കോട്ടെ വെച്ചിട്ട് പരസ്യം പറയല്ല കേട്ടോ, ആ പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ടുള്ള ഇത് പറയാണ്. പിന്നെ ഈ പാവപ്പെട്ടവർക്കും കൂടെ അങ്ങനെയൊക്കെ കമന്റ് ഇടുന്ന സമയത്ത് ആലോചിക്കുക, പാവപ്പെട്ടവർക്ക് ഒന്നാമത് ഇപ്പം ഞങ്ങളൊരു 3 പാവപ്പെട്ടവർക്ക് എന്നാ പിടിച്ചോ ക്രാഡിൽ ഇലക്ട്രിക് ക്രാഡിൽ എന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്താൽ അവരെവിടെങ്കിലും മൂലയ്ക്ക് കൊണ്ടിടുള്ളൂ. ഇലക്ട്രിക് കറണ്ട് ചാർജ് ആരും കൊടുക്കുക, അവരുടെ കുട്ടികളെ എന്ത് തന്നെ സാധാ തൊട്ടിൽ തന്നെ കിടത്തുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കാൻ സാഹചര്യമുള്ളവരും ഇഷ്ടമുള്ളവരും ആഗ്രഹമുള്ളവരും വാങ്ങിച്ചോട്ടെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരും പരസ്യം. അല്ല, നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളിതിൽ കണ്ടന്റുകൾ ചെയ്യണത് പിന്നെ ഒരു കാണുന്നവർക്ക് എന്റർടൈൻമെന്റ്, അവർക്ക് ഒരു എന്താ പറയാ ബോധവൽക്കരണം. ചില കണ്ടന്റുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്, ഉപകാരപ്പെടുന്ന ഞങ്ങൾ ചെയ്യല്, അത് ഞങ്ങളുടെ സന്തോഷം. പിന്നെ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പരസ്യങ്ങളാണ്. അത് നമ്മൾ ഒരിക്കലും എല്ലാവരും അത് അടിച്ചേൽപ്പിക്കണില്ല, ആവശ്യമുള്ളവർക്ക് വാങ്ങാം, പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് അപ്പോൾ അത് ഞങ്ങളുടെ ബിസിനസ്, ഇത് ചെയ്യുന്നവരുടെ ബിസിനസ്. അത് പിന്നെ നമ്മുടെ പ്രേക്ഷകർ, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടംപോലെ നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. അത് കാണാൻ മാത്രം കണ്ടാൽ മതി. അപ്പോൾ അല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എല്ലാരും പോയിട്ട് അത് അത് സാഹചര്യമുള്ളവർ വാങ്ങുക, നിങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അത് ഒന്ന് എടുത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അവർ ചോദിച്ചു വെറുതെ കിട്ടണല്ലേ എന്നുള്ളത്. ഒരാൾക്കൊരു സാധനം വെറുതെ കിട്ടുമോ പൈസ കൊടുത്ത് കിട്ടുമോ എന്നൊന്നും മറ്റുള്ളവർ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വെറുതെ കിട്ടാന്ന് പറയുമ്പോൾ അവരുടെ ഒരു സ്റ്റാൻഡ് എന്താണെന്നും കൂടെ ഉള്ളത് മനസ്സിലാക്കുക. ആരും വെറുതെ ആർക്കും ഒന്നും കൊണ്ടു കൊടുക്കില്ല. ഈ വീഡിയോ കാണുന്ന ആള്, ആ കമന്റ് ഇട്ട ആളാണെങ്കിലും വെറുതെ ആർക്കും എന്തെങ്കിലും കൊണ്ടു കൊടുക്കില്ല. അതിനുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് വേണം, അവർക്ക് ബെനിഫിറ്റ് കിട്ടും. അതെ, അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും തോന്നും വേണം. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇത് പരസ്യം ചെയ്യുക, നിങ്ങളൊന്നും ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് നോക്കണം. അപ്പോൾ പറഞ്ഞ ആൾട്ടാ എല്ലാവരും അല്ല, നല്ലൊരു ക്യാമറ, ഒരു ക്യാമറാമാൻ, പിന്നെ ഇത് ഒരു അഭിനയം, പരിപാടികൾ, മറ്റു പണികളൊക്കെ മാറ്റി വെച്ചിട്ട് പറയാം, എഡിറ്റിങ് പറയാം അത് വെറുതെ കിട്ടണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അത് പറയണവര് ചിന്തിക്കുക, അതിന് പണിയെടുത്തിട്ട് തന്നെയാണ് അതിന്റെ ഒരു കാര്യം കൂടെ പറയട്ടെ, വെറുതെ കിട്ടണതല്ല, ആ തരുന്ന ആൾക്കാരെ കുറച്ച് പൈസയും കൂടെ മേടിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, അല്ലാണ്ട് വെറുതെ അവർക്ക് ചെയ്തു കൊടുക്കില്ല കേട്ടോ. അത് മാത്രമല്ല, അപ്പോൾ എന്താ വെച്ചാൽ അത് ഞങ്ങളുടെ ജോബാണ്, അത് മനസ്സിലാക്കുക. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്യേണ്ട നന്മമരങ്ങളായിട്ട് ഇങ്ങനെ പോകണം അങ്ങനെയല്ല, നമുക്ക് നന്മ ആളുകൾക്ക് എത്തിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ എത്തിക്കുന്നുണ്ട്. കോണ്ടന്റ് ക്രിയേഷൻ, അതെ, അത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ മാക്സിമം അതേ ഒരു പാതയിൽ തന്നെ നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാക്സിമം നല്ല രീതിക്കുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്നുള്ള. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പൈസ വേണം. ഇപ്പോൾ ഒരു സാധനം വാങ്ങാൻ പോകണമെങ്കിൽ പൈസ വേണം. അല്ലാതെ അവിടെ പോയി ഞങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരും വെറുതെ വരില്ല. അപ്പം അതിൻ്റെ ഞങ്ങളുടെ പണി ഇതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് പൈസ തരില്ല. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പിന്നെ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പരസ്യങ്ങളാണ്. ആളുകൾ ഇങ്ങനെ ഓരോ പരസ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു, അതിന്റെ പേയ്മെന്റ് വാങ്ങുന്നു. അത് ഞങ്ങളുടെ ജോബാണ്, അല്ല വെറുതെ കിട്ടണമല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, വേറെ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾക്ക് അതൊക്കെ എടുത്ത് കണ്ടന്റ് ആക്കാമായിരുന്നു. പക്ഷേ ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, കുഞ്ഞാറ്റയ്ക്ക് സ്കൂൾ തുറക്കുമ്പോൾ എന്തൊക്കെയാണ് വാങ്ങിക്കുക എന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് ഇപ്രാവശ്യം സ്കൂളിലേക്ക് ഒന്നും ദൈവം സഹായിച്ച് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഒക്കെ കൊളാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ ഞങ്ങൾ അതിന് വേണ്ടി മാറ്റി വെച്ച ഫണ്ട്
വേറെ വാങ്ങി കൊടുത്തു, അത് കൊടുത്തു. പക്ഷെ ആരെയാന്ന് ഞങ്ങൾ പറയണില്ല. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, ചെറിയ കുട്ടികൾക്കും അല്ല, അത്യാവശ്യം ഒരു കുട്ടിക്ക് ബാഗ്, സ്കൂളിലേക്കുള്ള ബാക്കി ഗ്രോസറി, ഇത് 2 ചെറിയ മക്കൾക്ക് വേറെ, അപ്പൊ അതൊക്കെ നമ്മൾ കൊടുത്തു. അതൊന്നും നമ്മൾ കൊടുത്ത് നമ്മൾ പറയാം, പക്ഷെ അത് ആർക്കാണ് എന്താണെന്ന് പറയണം. എന്താ വെച്ചാൽ ഇങ്ങനെ അറിയാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ചെറിയ വിചാരിക്കണ്ടാവേ ഇപ്പൊ ഈ ഇവർക്കൊക്കെ ഫ്രീ, അവരിങ്ങനെ ഉണ്ടാക്കും ഇവരെ വീഡിയോ ഇല്ല. നിങ്ങൾ വീഡിയോ കാണുന്ന നമ്മളിങ്ങനെ എന്താ പറയാ റീച്ചായി പോണ്, അപ്പൊ നമുക്ക് പരസ്യങ്ങൾ കിട്ടുന്നത്, അപ്പൊ നമ്മൾ അതിന്റെ ഒരു വിഹിതം നമുക്ക് പറ്റുന്ന രീതിക്ക് കൊടുക്കുന്നത്. ഒന്ന് ചിന്തിക്കുക, ഞങ്ങൾ വലിയ പണക്കാരോ പൈസക്കാരോ അല്ല, ലക്ഷങ്ങളോ ആയിട്ടൊന്നല്ല ചെയ്യുന്നത്, ചെറിയ ചെറിയ പൈസ. ബാഗ് കൊടുത്ത സമയത്ത് അതിനകത്ത് തന്നെ ഇഷ്ടമാതിരി പേഴ്സണൽ മെസ്സേജ്, അങ്ങനെയാണ് നമ്മൾ ഇതും നമുക്ക് അങ്ങനെ പേഴ്സണലി വന്നിട്ടുള്ള ഒരു കുട്ടിക്കാണ് നമ്മൾ മേടിച്ചെടുത്തു കേട്ടോ. അല്ലാണ്ട് നമ്മളങ്ങനെ വിചാരിച്ചിട്ടില്ലായിരുന്നു. ആ കുട്ടി വിളിച്ച് അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ സമയത്താണ് നമ്മൾ മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഞങ്ങൾ അത് വാങ്ങിച്ചെടുത്തു, പെരുന്നാളിന് ഡ്രസ്സ് എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മോട്ടിവേഷൻ വീഡിയോസ് ആണ്. പക്ഷെ അതൊരു കണ്ടന്റ് ആക്കണമെന്ന് പോലും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്ന കാണാൻ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷെ നമ്മളെപ്പോലത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ് അവര്. നമ്മളെപ്പോലെ നാണും മാനും അല്ലെങ്കിൽ എന്താ പറയാ ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ തന്നെ ഇൻട്രസ്റ്റ് ആകും. പക്ഷെ ആ വീട്ടിലെ ഫാമിലി, ഉപ്പ ഉമ്മ അല്ലെങ്കിൽ അവരുടെ പ്രായമുള്ള ആളുകൾ, അപ്പൊ എല്ലാവർക്കും ഒരു എന്താണ് ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അതിനെ നമ്മള് പിന്നെ യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ താത്തിക്കെട്ടി നമ്മൾ നന്മ മരങ്ങളാണെങ്കിൽ നമുക്ക് താല്പര്യമില്ല. അതിനിപ്പോ എന്ത് കമന്റ് ഇട്ടും കാര്യമില്ല. നമുക്ക് നമ്മുടെ എന്ത് എത്തിക്സ് ഉണ്ട്, നമ്മുടെ ലൈഫ് ഒരു സ്റ്റൈലുണ്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ട്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഒരാൾക്കാരെ എങ്ങനെ കാണണം എന്നുള്ളത്. അതങ്ങനെ തന്നെ പോകും. അത് ആര് വന്നിട്ട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ തന്നെ പോകും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പറയും. കാരണം എന്താ വെച്ചാൽ ഇതേമാരത്തെ കമന്റ്സ് വരുമല്ലോ, നമ്മളൊന്നും ചെയ്യണില്ല എന്നുള്ള രീതിയിൽ. ഇപ്പൊ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് പാടി നടക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു ശരി ഉണ്ടല്ലോ, അതിപ്പോ 4 ആൾ അറിഞ്ഞാലും അത് പരസ്പരം അവർ ഷെയർ ചെയ്യില്ല. ഇത് അവരങ്ങനെ ചെയ്തു കേട്ടോ, സൂപ്പറാണ് അവരത് ഷെയർ ചെയ്യില്ല. വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. പക്ഷെ ഒരു തെറ്റാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകും കേട്ടോ. അപ്പൊ നമ്മുടെ ശരികൾ നമ്മൾ തന്നെ തുറന്നു പറയണം, അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല പറയാൻ. അപ്പൊ നമ്മൾ തന്നെ എന്താ വെച്ചാൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരാണ് എന്താന്ന് ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇപ്പൊ അവർക്ക് താല്പര്യം, ഞങ്ങൾക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പൊ അത് ഇനിയും ചെയ്യും. പിന്നെ വെച്ചാൽ കുറെ പേര് ഇനിയും തരും എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ടാവും. നമുക്ക് അങ്ങനെയല്ല, അല്ല ഇനിയും തരും. എന്താ വെച്ചാൽ ഈ ആർത്തി പാടിന്റെ മനസ്സിന് അല്ല, അങ്ങനെയല്ല, ആർത്തി കൊണ്ടല്ല. ഈ പരസ്യം കണ്ടിട്ട് തന്നെ നമ്മുടെ ഇപ്പൊ ആ ഒരു ഗിവ് അവേ ഒക്കെ അവിടെ സ്റ്റോപ്പായി. ഇപ്പോഴും പേഴ്സണലി മെസ്സേജ് ചെയ്യാറുണ്ട്. യൂട്യൂബിലൊക്കെ ചില കമന്റ്സ് വരാറുണ്ട്, ഒന്നും വാങ്ങിയില്ല, എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്, GPay നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊന്ന് ചോദിച്ചാൽ ഞങ്ങളെ വിഷമിപ്പിക്കരുത്, ഞങ്ങൾ ധർമ്മസങ്കടത്തിലാക്കരുത്. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പബ്ലിഷ് ചെയ്യാനൊന്നും നമുക്ക് താല്പര്യം. അപ്പൊ നെക്സ്റ്റ് കമന്റ്, സ്ഥിരം കമന്റ് എല്ലാവർക്കും നമ്മളെ വീഡിയോ കാണുന്ന സ്ഥിരം പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടാവും. ഞങ്ങള് ഇന്റർ റിലീജിയസ് മാരേജ് ആണ്. ഞാൻ ഹിന്ദു ആണ്, കാക്കു മുസ്ലിമാണ്. അപ്പൊ അത് അറിഞ്ഞു വെച്ചിട്ടാണോ ഇനി പറയാണ്ടേണോ സംഭവം എന്താ വെച്ചാല് ഒരു രസത്തിന് കുറിച്ച് ചോദിക്കുകയാണ്. അതെ, ആയിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം, മക്കളുടെ പേരറിയാം, ഞങ്ങളുടെ പേരറിയാം, ഞങ്ങളുടെ സ്ഥലം അറിയാം, നമ്മുടെ മൊത്തം അറിയാം. എന്നിട്ടും കുറെ ആൾക്കാർ വന്നിട്ട് ഇടയിൽ വന്നിട്ട് കുട്ടികളെ പേരെന്താ പറയോ, നിങ്ങളുടെ പേരെന്താ, എന്താ ഇങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് നിങ്ങളുടെ വ്യക്തിത്വം തന്നെ, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ വ്യക്തിത്വമില്ലായ്മയെ തുറന്നു കാണിക്കുന്നത്. തമാശല്ല. എന്താ വെച്ചാല് നമ്മളാരെങ്കിലും ചോദിക്കലുണ്ടാ ഏതാ മതം, നിങ്ങളുടെ, അതായത് ഞങ്ങൾ ചോദിക്കലില്ല. എന്നോട് ആരെങ്കിലും പേഴ്സണലി ചോദിച്ചിട്ടില്ല. ഈ പ്ലാറ്റ്ഫോമിലാണ് ഈ ചോദ്യങ്ങൾ. അപ്പോൾ ചെറിയ ഇതാകുമ്പോഴൊക്കെ സഹിക്കണം. അല്ല, സഹിക്കണൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ ഞങ്ങൾ നമ്മുടെ ഇതുപോലത്തെ കാര്യങ്ങൾ പറയണ കാരണം ഞങ്ങൾ ഇതിൽ പറയണം. എന്താ വെച്ചാൽ കമന്റുകൾക്ക് റിപ്ലൈ തരികയാണ് ഞങ്ങൾ. എന്താ വെച്ചാൽ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അതിനും പറയും. ഈ മതം ചോദിച്ചു തരുന്നത് നമ്മൾ ഇപ്പം വേണ്ടി അറിയില്ല, മുന്നൊക്കെ എല്ലാവർക്കും കുത്തിരുന്ന് ആവശ്യമില്ല. അതെ, എന്താ വെച്ചാൽ അങ്ങനെ താല്പര്യം വീഡിയോ കണ്ടോട്ടെ, അത് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. പിന്നെന്താ, നമ്മളെല്ലാ കാര്യങ്ങളും അതിനകത്ത് നമ്മളെ ലോങ് വീഡിയോസിൽ. അപ്പോൾ അങ്ങനെ ഇനി പിന്നെ ഡീറ്റെയിൽസ് നമുക്ക് അപ്പുറത്ത് താഴത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് നമ്മുടെ. അത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ എന്താ പറയാ റിലീജിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളല്ല എടുത്തു കൊടുക്കുന്നത്. നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻസ് ആണ്. ഒരാളോടും നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ വരൂ അങ്ങനെ വരും നമ്മൾ പറയുന്നില്ല. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പിന്നെ ഞങ്ങളുടെ ജീവിതം കണ്ടിട്ട് എന്താ പറയാ അതിന് എന്തെങ്കിലും എടുത്തോളൂ. ഞങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തോളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പൊ ഞങ്ങളും മറ്റുള്ള ലൈഫിൽ നിന്ന് ഇപ്പോൾ ഒരു കാട്ടി ഞങ്ങൾ പറയും, നമ്മൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർ ഇഷ്ടമാണ്. നമ്മളൊരാളെ നന്നാക്കാനും ചീത്താക്കാനും നമ്മൾ പോകണില്ല. നമ്മൾ നമ്മുടെ ലൈഫായിട്ട് ഫ്രണ്ടിൽ പോകണം, നമ്മുടെ ഹാപ്പിനെസ് തേടി നമ്മൾ യാത്രകൾ ചെയ്യണം, നമുക്ക് പറ്റുന്ന പോലെ സഹായങ്ങളും പിന്നെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ പോകണം. അപ്പൊക്ക് പറയാനുള്ളത് ഒരാളുടെ മതം ചോദിക്കാതിരിക്കുക, മതത്തിനെ റെസ്പെക്ട് ചെയ്യുക. അതിനെ പറ്റിയിട്ട് അതുപോലെ പേഴ്സണൽ എന്തെങ്കിലും
എന്താ ഒരാൾ കമൻറ്റ് ഇട്ടത് എന്തായിരുന്നു, പിന്നെ മനുഷ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുത്ത ആരാന്നുള്ളത്. മനുഷ്യത്വം പഠിപ്പിച്ച ഒരു മതം മാത്രമല്ല, ഇപ്പോൾ എല്ലാ മതത്തിലും മനുഷ്യത്വത്തെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളിലും അതിനെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ ആളുകളിൽ നിന്നും കിട്ടുന്നുണ്ട്. അല്ലാതെ ഈ മതമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ വെവ്വേറെ ജാതികൾ ഒരു മതക്കാർ മാത്രമല്ല മനുഷ്യത്വം അല്ലെങ്കിൽ ബഹുമാനം ഇതൊന്നും പഠിപ്പിക്കണത്. കോമൺ സെൻസ് ആണ് അതൊക്കെ. അതെ, അപ്പോൾ മനുഷ്യത്വം അല്ലെങ്കിൽ എന്താ പറയുക, നന്മ പഠിപ്പിക്കേണ്ടത് എല്ലാവരുടെ അടുത്തുള്ള മനുഷ്യൻ എന്നുള്ള വിവേകവും ബുദ്ധിയൊക്കെ കൊടുത്തിരിക്കണതൊക്കെ മനസ്സിലാക്കാൻ. ഒരു പെർട്ടിക്കുലർ മതമാണ് മനുഷ്യത്വം നന്മയൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഞാൻ വേണ്ട മറുപടിയും കൊടുത്ത്. അപ്പോൾ ഒരു സമാധാനമായി. ഞാൻ ഒന്നാമത് എല്ലാ കാര്യങ്ങളും പറ്റുന്ന പോലെ റിസർച്ച് ചെയ്യുന്ന ആളാണ്, അറിയാലോ, വായിക്കുന്ന ആളാണ്, അത്യാവശ്യം യൂട്യൂബിൽ ഇതിലൊക്കെ നോക്കിയിട്ട് കുറേ കാര്യങ്ങൾക്ക് ഇങ്ങനെ പഠിക്കണം. അപ്പോൾ എനിക്ക് പറ്റുന്ന അറിവിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞെടുത്ത്. അപ്പോൾ ഇവർക്ക് തിരിച്ചിനോട് പറയാൻ എന്നോട് അതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ സംസാരിച്ച് തന്നെ എന്താ പറയുക, നമ്മൾ അടിച്ചേൽപ്പിക്കണേ സംസാരിക്കണത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, പിന്നെ ഉള്ള ലൈഫ് മറ്റുള്ളവരുടെ എന്താ പറയുക തല്ലൂടിയിട്ട് തല്ലും പിടിയായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ നല്ല രീതിക്ക് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ പാക് യുദ്ധം വരെ മതത്തിന്റെ പേരിലാണ്. നിങ്ങൾ എന്തിനാ എന്നോട് മതം ചോദിക്കുന്നത്? ഇപ്പൊ മുസ്ലിം അല്ല ഹിന്ദു ആണ് പറഞ്ഞ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണോ മതം ചോദിക്കുന്നത്? അല്ല, അത് ഇതാണ് എന്താ വെച്ചാല് എല്ലാവരും കേട്ടോ, സപ്പോർട്ട് ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പൊ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിതിൽ പഠിപ്പിക്കുന്നത് മതത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടോ അല്ല. നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതിൽ കാണിക്കുന്നത്. നല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒന്നും എടുക്കണ്ട. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വിരലൊക്കെ വന്നിട്ടില്ലേ കാണുന്ന സമയത്ത് ഇങ്ങനെ തോണ്ടിട്ടാ മതി മേലേക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, പിന്നെ മതം ഒന്നും ചോദിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഏതാ ജാതി സ്വയം ചെറുതാവാതിരിക്കുക. നമുക്ക് ഡെയിലി കമന്റ് ഇടുന്ന ഒരു ആളാണ് കേട്ടോ. നമുക്ക് എങ്ങനെ മനസ്സിലാവുക വെച്ച് കഴിഞ്ഞാൽ, അവരിട്ട കമന്റിൽ ഒരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിന് മുന്നിട്ടുള്ള കമന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോൾ ഞാനത് ടച്ച് ചെയ്ത് നോക്കിയിട്ട്, അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഞങ്ങൾ ഇടുന്ന കോണ്ടന്റ്സിനൊക്കെ അവർ നല്ല സപ്പോർട്ടും, അതായത് ഈ അമ്മായിയമ്മ മരുമകളുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ഉള്ള, എനിക്കിങ്ങനെയാണ് പാവം മോളിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കമന്റ് ഒക്കെ ഇട്ടിട്ടാ. അപ്പോൾ ഇങ്ങനൊരു കമന്റ് ഇട്ടപ്പോൾ ഞാൻ അതിലെന്താ കമന്റ് ഇട്ടിക്കെന്ന് വെച്ചാൽ, അയ്യേ പ്രിയ ഹിന്ദു ആയിരുന്നു, പ്രിയ മുസ്ലിം കുട്ടിയായിരുന്നെങ്കിൽ മുസ്ലിം ആയിരുന്നെങ്കിൽ നല്ല കുട്ടിയായേനെന്ന്. എന്തോടോ ഹിന്ദുക്കളൊന്നും നല്ല കുട്ടികളല്ലേ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആരും നല്ല കുട്ടികളല്ലേ, അത് മുസ്ലിം ആണെങ്കിൽ മാത്രം നല്ല കുട്ടിയാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല കുട്ടി ആവണ്ട കേട്ടോ. അങ്ങനെ ഒരു കമന്റ്, മുസ്ലിം ആണെങ്കിൽ നല്ല കുട്ടി ആയേനെ എന്നുള്ളത് ഒരു സ്ത്രീ ഇട്ടിക്കുന്ന കമന്റ് ആണ്. അത് അവർക്ക് ബോധമില്ലായിട്ട് എന്താ വെച്ചാൽ മനസ്സിലാക്കുക, എന്താ വെച്ചാൽ നല്ലതും ചീത്തതും എല്ലാത്തിലും തീരുമാനിക്കുന്നത് മതമല്ല. അതെ, അത് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ സ്വഭാവം കണ്ടിട്ടാണ് നല്ലതും ചീത്തമൊക്കെ മനസ്സിലാക്കുക. അല്ലാതെ ഒരു മതത്തിനെ ആരും ഇതെന്താ വെച്ചാൽ ഒരാൾ പറയുമ്പോൾ മറ്റുള്ളവരും കൂടെ ബാധിക്കണത്. ഇപ്പോൾ ഒരു മതത്തെ പറ്റിയുള്ളവർ പറയുമ്പോൾ മറ്റുള്ള മതസ്ഥരും ആ മതത്തിലുള്ള മറ്റുള്ളവരും കൂടെ ബാധിക്കുന്നത്, നെഗറ്റീവായിട്ട് ആളുകൾ എടുക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഏത് മതസ്ഥരാണെങ്കിലും എന്താണെങ്കിലും അങ്ങനത്തെ ചോദ്യം ചോദിക്കാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. ഇതൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വീഡിയോസ് കാണുക, ഹാപ്പി ആയിട്ട് പോവുക. വേറൊരു കമൻറ്റ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. ഭർത്താവ് മുസ്ലിം ആണെങ്കിൽ തീർച്ചയായും ഭാര്യയും മൈസ്ലിം ആവണം. അയാൾ ഏത് രീതിയിലാട്ടോ വായിക്കുന്നത്, അതാണ് ശരിക്കും വേണ്ടത്. അതിലാണ് ഐശ്വര്യം അത്ര. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ചിട്ട് അത്യാവശ്യം ഐശ്വര്യമുണ്ട്. ആ ഐശ്വര്യം ഞങ്ങൾ മതത്തിൻ്റെ വഴിയിൽ ഉണ്ടാക്കിയെടുത്ത ഐശ്വര്യമല്ല, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, ഞങ്ങളുടെ മനസ്സിൻ്റെ നന്മ. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവം അത്യാവശ്യമുള്ള ഐശ്വര്യം തരുന്നുണ്ട് അല്ലേ. അപ്പം നാളെ എന്താണ് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള അതിന് നല്ല ആര് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ നല്ല ചെയ്താൽ നമുക്ക് നല്ല തന്നെ വരുള്ളൂ. ആ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരും. അപ്പം നമുക്ക് ലൈഫിൽ കുറേ സ്ട്രഗിൾ ചെയ്തിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആരെയും പഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ സ്ട്രഗിൾ വന്നത് ഒന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ നല്ല എന്താ സ്ട്രഗിൾ ഉണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആയിരുന്നു അല്ലേ. അപ്പം അപ്പോൾ നമ്മുടെ ലൈഫിൽ ഐശ്വര്യം ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പൈസ കുറവുണ്ടായിരുന്നു. ഐശ്വര്യം ഉണ്ടാവണം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സിന്റെ ഈ പാവപ്പെട്ട കുടിലിലും വലിയ വീട്ടിലും ഒക്കെ ചിലപ്പോൾ ഐശ്വര്യം ഉണ്ടാവും. കുടിലിൽ ഇപ്പൊ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ മനസ്സിന്റെ ചിന്താഗതി മീൻസ് നമ്മുടെ പോസിറ്റീവ്നെസ്, നമ്മുടെ ലൈഫിനെ എങ്ങനെ ഹാപ്പി ആയിട്ട് കാണുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഐശ്വര്യം. ഐശ്വര്യം എന്ന് പറയുന്നത് പൈസ മാത്രമല്ല, മനസ്സിന്റെ സന്തോഷം. നമുക്ക് സുഖമായിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ വീട്ടിലത്തെ ഐശ്വര്യം എന്ന് പറയുന്നത്. ദൈവം സഹായിച്ച് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഐശ്വര്യം ഉണ്ട്. അത് എന്താ പറയാ,
അതങ്ങനെ നിലനിന്ന് പോട്ടെ. അത് 2 മതമായതുകൊണ്ട് 2 മതത്തിന്റെ ഐശ്വര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഓക്കെ. പിന്നെ വേറൊരു മെസ്സേജ് വന്നിരുന്നല്ലോ, ഏതൊരു അഖില ഒരു സംഗീതേ ഒരുത്തൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. പിന്നെ എന്ത് മെസ്സേജ് അയച്ചിരുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവന്റെ പേര് കേട്ട ഇവന്റെ പാകിസ്ഥാനി കൊണ്ടുപോകുന്നുള്ളു. സിറിയയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ സിറിയയിൽ പോയിട്ടില്ല. ഞങ്ങൾക്കൊന്ന് പോകണം, ഈ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് സിറിയയിലൊക്കെ ഒന്ന് പോകണം. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഞങ്ങൾ എവിടെ പോട്ടെ എങ്ങനെയോ പോട്ടെ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ജീവിതം, ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പുറത്തുള്ള ഞങ്ങൾ കെട്ടിപ്പടുത്ത ജീവിതമാണ്. അത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വേറൊരാളുടെ എന്താ പറയുക ഇടപെടൽ അല്ലെങ്കിൽ അവൻ്റെ അഡ്വൈസ് നമുക്ക് വേണ്ട. അപ്പോൾ നിങ്ങൾ എന്തൊരു പേരെന്താ ശരിക്കും പറയണം, ശരിക്കും കാണിക്കണം. അങ്ങനെ എന്തൊരു പേരാണ്. അപ്പോൾ ശ്രീജിത്ത് എല്ലാ ശ്രീജിത്തില്ല ആ കമൻറ്റ്. അപ്പോൾ അങ്ങനത്തെ കമൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ വീട്ടിൽ പ്രചരിപ്പിക്കുക, പുറത്ത് പ്രചരിപ്പിക്കണ്ട. അതാണ് പറഞ്ഞത്. എന്താ പറയുക കുത്തിരിപ്പുണ്ടൊക്കെ അറിയില്ലേ, മതപരമായ കാര്യങ്ങള് ഫസ്റ്റ് ഓഫ് ഓൾ അവനവന്റെ അതല്ല ഫാമിലി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവനവന്റെ വീട്ടില് ഭാര്യയുടെയും മക്കളുടെയും ഇനി പേര് പോയാല് കസിൻസ് കുടുംബക്കാര് അവരുടെ ഇടയിലൊക്കെ ഇനി മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയൽക്കാരുടെ ഇടയ്ക്ക് ഒക്കെ ഒന്ന് ഇറങ്ങുക. അപ്പൊ നല്ല തള്ളിട്ടിക്കോളും, അവിടെ നിർത്തിക്കോളും. ഇത് ആളറിയാതെ ഉള്ളി ഇരുന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് വിടുന്നത് അത് ബീരുക്കളാണ്. അതെ, സത്യം പറയാൻ നമ്മളോട് നേരിട്ടിട്ടോ നമ്മൾ അറിയുന്ന ഒരാളോ അല്ലെങ്കിൽ നേരിട്ടിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് ഒരാളോ ഞങ്ങളെടുത്ത് ഒന്നും അല്ലേ നെഗറ്റീവായിട്ട് നമ്മൾ കല്യാണം കഴിച്ചതിനെ പറ്റി അങ്ങനെയൊന്നുമല്ല ഒരു നെഗറ്റീവായിട്ട് നമ്മളോട് ഒന്നിനെ പറ്റി അത് ഞങ്ങൾക്ക് നല്ല ആർക്കും എല്ലാവർക്കും മിക്കവാറും സോഷ്യൽ മീഡിയ കൂടെ ഒന്നും പറയാലോ മുഖം കാണും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എന്തും പറയാം, പക്ഷെ നമ്മുടെ അടിച്ചോട്ടെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എന്തും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കത്ര ചിന്തിക്കാൻ ശേഷം ചെയ്യാത്തവരുത് വായിച്ചാൽ ശരിയാണല്ലോ നമ്മുടെ മതം ശരിയാട്ടോ ഇവിടെ അങ്ങനെ ഇങ്ങനെ അവർ നെഗറ്റീവാണ് വരികയാണ്. അപ്പോൾ പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് വേണ്ടാത്ത തെറ്റിദ്ധാരണകൾ മറ്റുള്ളവരുടെ ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോണ്, അതിൻ്റെ ഐശ്വര്യമുണ്ട്, നല്ല രീതിക്ക് ജീവിക്കണം. പിന്നെ അതങ്ങനെ നിലനിൽക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അല്ലാതെ എന്താ പറയുക വേണ്ടാത്ത ചിന്താഗതിയിലൂടെ നോക്കിയണ്ട. ചിലർക്ക് കൗതുകമാണ് ഇവരെങ്ങനെ ജീവിക്കും, നമ്മൾ സാധാ ആൾക്കാരെ കൂടെ ജീവിക്കണം, ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്താ വെച്ചാല് നമുക്ക് തന്നെ എന്താ വെച്ചാൽ ആരോഗ്യം ഉണ്ടാവട്ടെ. അതെ, ആരോഗ്യം ഉണ്ടാവട്ടെ, അസുഖങ്ങളൊന്നും ചെയ്യാതെ ആരോഗ്യത്തോടെ കൂടെ ജീവിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ആ പ്രാർത്ഥന വേണ്ടത് അല്ലേ? അതെ തീർച്ചയായിട്ടും. അല്ലാതെ പിന്നെ ജാതി മതം നോക്കിയിട്ടുള്ള അസുഖം വരലും അല്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലും നരകത്തിലും പോക്കും. അതെ, ഓരോരുത്തരുടെ വിശ്വാസമാണ്, അവരവരുടെ വിശ്വാസമായിട്ട് പോട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ ആയിട്ട് പോകണം എന്ന് വെച്ചിട്ട് ഞങ്ങൾ മറ്റേ ഇപ്പോൾ ദൈവവിശ്വാസികളല്ലാത്തോണ്ടല്ല, നല്ല നല്ല കറകളഞ്ഞ ദൈവവിശ്വാസമാണ് ഞാനൊക്കെ. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ടല്ലോ, ഇന്ന ആൾ പറയുന്ന രീതിയിൽ വിശ്വസിക്കണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം എൻ്റെ രീതിയിലുണ്ട്, കാക്കുവിൻ്റെ രീതിയിൽ വിശ്വാസമുണ്ട്, ഞങ്ങൾ അതിനെ പറ്റി സംസാരിക്കാറ് പോലും ഇല്ല. 7-8 കൊല്ലമായി. അതെ, ഞങ്ങൾ അതിനെപ്പറ്റി ഇതുവരെ സംസാരോ തല്ലുംപിടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാണുന്ന ആൾക്കാർക്കാണ്, എല്ലാവർക്കും ഇല്ല കേട്ടോ. ഇത് പറയണത് നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ളവർക്ക് അറിയാം എന്താണെന്നുള്ളത്. ഒന്നിലേക്ക് ഇടപെടാത്ത നമ്മുടെ ഓഡിയൻസിനോട് ഒന്നും അല്ല ഈ പറയരുത് കേട്ടോ. അത്തരം കമന്റുകള് എല്ലാവരും വായിക്കും, നല്ലൊരു ചിത്രമൊക്കെ ഈ കമന്റ് വരുന്നത് വായിക്കും. ഈ മറുപടിയൊക്കെ പറയണെന്ന് വെച്ചാൽ ആ കമന്റ് കണ്ടപ്പോഴുള്ളൊരു ഞങ്ങൾക്ക് പറയാൻ തോന്നിയിട്ട് പറഞ്ഞതാണ്, അല്ലാതെ നമുക്ക് വേറെ ദേഷ്യമൊന്നുമില്ല. നമ്മൾ നിങ്ങളുടെ പ്രിയറസാക്കിയാണ് എപ്പോഴും. അതെ, പിന്നെ നമ്മളിങ്ങനെ നെക്സ്റ്റ് ഇതൊരു കമൻറ്റ് തന്നെയാണ് കേട്ടോ, കമൻറ്റിൻ്റെ റിയാക്ഷൻ തന്നെയാണ്. കുട്ടികൾ വലുതാവുമ്പോൾ മനസ്സിലായിക്കോളും, അവരുടെ കല്യാണ സമയമൊക്കെ എത്തുമ്പോൾ മനസ്സിലായിക്കോളും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കുട്ടികളെ വളർത്തുന്നത്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ കുട്ടികളുണ്ടായി, അവരെ വളർത്തുന്നത് ഞങ്ങളുടെ അവരൊരു പ്രായം വരെ വളർത്തിക്കൊണ്ടിരുന്നുള്ള ഞങ്ങളുടെ എന്താ പറയുക കടമ ഞങ്ങളുടെ മേലെ നിർബന്ധമാക്കിയ കാര്യമാണ്. അവരൊരു പ്രായത്തിൽ കഴിഞ്ഞ് സ്വന്തം കാലിലൊക്കെ നിൽക്കാനായി അവർ ചൂസ് ചെയ്യുക എന്ത് കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ എങ്ങനെ കഴിക്കണം, അതെ എന്ത് ജോബ് തിരഞ്ഞെടുക്കുക, അതൊക്കെ അവരോരോരുത്തർ ഇഷ്ടമാണ്. പിന്നെ കുട്ടികളെ എന്താ പറയാ നല്ല രീതിയിൽ നല്ല ഫുഡ് കൊടുത്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ആ നോക്കേണ്ട പ്രായത്തിൽ നല്ല ഒരു മനുഷ്യനാക്കി വളർത്തിയെടുക്കാൻ, ബഹുമാനമുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണമുള്ള ഒരാളാക്കിയിട്ട് വളർത്തുക, അത് അത്രേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ വളർത്തിയിട്ട് വേണം കല്യാണം കഴിച്ചെടുക്കാൻ. ഇപ്പോഴുണ്ട് അങ്ങനെ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി മാത്രം, പെൺകുട്ടികൾ കേട്ടോ, പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കല്ലും തീയുമാണ്. അവരെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുക, നല്ല ജീവിതമൊക്കെ ഇതാക്കുക.
അപ്പോൾ കളിയാക്കല്ല നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കല്യാണം കഴിക്കൽ മാത്രമാവരുത് നമ്മളെ കുട്ടികൾക്ക്. നമ്മൾ അവരുടെ ഒരു മേല് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണം കഴിപ്പിക്കൽ മാത്രമല്ല, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, പിന്നെ നല്ലൊരു ജോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലേ. ഈ കല്യാണം അങ്ങനത്തെ പരിപാടികളൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം, വ്യക്തി താല്പര്യത്തിന് വേണ്ടി. ഞങ്ങളുടെ കുട്ടികൾക്ക് എന്താ പറയാ, ആരെ കല്യാണം കഴിക്കണ വെച്ചാൽ ഇനിയിപ്പോൾ കല്യാണം കഴിക്കേണ്ടെങ്കിൽ വേണ്ട, കല്യാണം കഴിക്കേണ്ടെന്നാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഇനിയിപ്പോൾ കല്യാണം കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ ക്രിസ്ത്യാനിനെയോ സിക്കിനെയോ ബുദ്ധിനെയോ ആരാണെങ്കിലും ഒരു കല്യാണം കഴിച്ചോട്ടെ. പക്ഷെ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ദുശീലങ്ങളുള്ള ആൾക്കാരെ കല്യാണം കഴിക്കരുതെന്നുള്ള ആ ഒരു സംഭവം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. കള്ള് കഞ്ചാവ് അറിയാലോ, നമ്മുടെ സ്വബോധത്തിനെ മറക്കണം, അങ്ങനത്തെ സംഭവങ്ങളുള്ള പിന്നെ ബോധമുള്ള ആളാവണം. മീൻസ് മാനവിക മൂല്യങ്ങളുള്ള ആളായിരിക്കും. ഏത് മതത്തിലുള്ള ആളാണെങ്കിലും. അല്ലാതെ നിങ്ങൾ പറഞ്ഞ അതൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഈ കമന്റ് ഇട്ട ആളോട്, അപ്പൊ നിങ്ങൾ വളർത്തുന്ന കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി വളർത്തരുത് ദയവ് ചെയ്തിട്ട്. അത് പിന്നീട് ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചിലപ്പോൾ വരും. കാരണം കല്യാണം കഴിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, കല്യാണം കഴിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ തന്നെ കടിച്ചു തൂങ്ങാൻ പറയുക. ലാസ്റ്റ് നമ്മുടെ കുട്ടികളുടെ ശവമായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഇഷ്ടംപോലെ വാർത്തകൾ. അതൊക്കെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല എന്താ ചെയ്യാ ബോധം കൊടുത്തിട്ട് വളർത്തുക. എന്നിട്ട് അവര് ചൂസ് ചെയ്യണ ലൈഫ് പാർട്ണർ നല്ലതാണോ ചീത്താണോ നമ്മളും കൂടെ അന്വേഷിച്ച് അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കല്യാണം കഴിച്ചു കൊടുക്കുക, ഏതാണെങ്കിലും എന്താണെങ്കിലും. അതെ, ഇനിയിപ്പോൾ ആരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ മക്കളാണെങ്കിലും ആരും ഇപ്പോഴത്തെ ലോകമാണ്, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നമ്മളാണെങ്കിലും ലവ് ആണ്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെ കുട്ടികൾക്കും മേ ബി അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കുക പറയുമ്പോൾ ആര് വേണമെങ്കിലും ഇഷ്ടപ്പെട്ടോ. പക്ഷേ ഈ കള്ളും കഞ്ചാവൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ അവർ വേണ്ട. അതെ, അത്ര മാത്രമേ പറയുള്ളൂ. ജെന്യൂൻ ആയിട്ടുള്ള നല്ല ഒരു വ്യക്തിത്വം. ഇന്നിപ്പോൾ അപ്പനെ പോലത്തെ ആൾക്കാരെ കല്യാണം കഴിച്ചോ ഇഷ്ടപ്പെട്ടോ എന്ന്, അതിനിപ്പോൾ എന്ത് ഇതാണെങ്കിലും അവിടെ എന്താണ് ജാതി മതം പ്രായം അതൊന്നും അതിലൊരു പ്രശ്നമല്ല അല്ലേ. അപ്പോൾ നിങ്ങളോടും പറയാനുള്ളത് കല്യാണം കഴിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് മക്കളെ വളർത്തരുത്. മക്കളെ സ്നേഹിച്ച് മറ്റേ ലാളിച്ച് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് വേണ്ട ബോധം കൊടുത്ത് നല്ല സ്ട്രോങ് വുമണായിട്ട് വളർത്തുക. അതെ അല്ലേ. പിന്നെ അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഉപകാരപ്പെടും, നാടിന് ഉപകാരപ്പെടും, പിന്നെ അവർക്ക് നമുക്ക് ടെൻഷൻ അടിക്കണ്ട. പിന്നെ എന്താ വെച്ചാൽ ഈ ലോകം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തുക. അതെ, സാമൂഹിക ബോധമുള്ള വ്യക്തിത്വങ്ങളാക്കിയിട്ട് വളർത്തിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല പല ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എൻ്റെ രൂപം കണ്ടിട്ട്, അതായത് എന്നെ കണ്ടാൽ ഒരു പാവമായിട്ട് തോന്നാത്തത് കൊണ്ട് അത് എന്താ ദൈവം എന്നെ അങ്ങനെ സൃഷ്ടിച്ചു, പക്ഷെ ഞാൻ ശരിക്കും പാവമാണ് എല്ലാവർക്കും അല്ലേ. എന്തോന്ന് പറയാത്ത പാവല്ലേ. അപ്പോൾ എന്താ ഈ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഒന്നാമത് ഞാൻ വൈറ്റ് സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഞാൻ വെളുക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല. ഇപ്പോഴും ഇതിനകത്ത് കാണുമ്പോൾ ഞാനിപ്പോൾ മേലേക്ക് വന്നിട്ടിരിക്കുകയാണ്. ഞാൻ ഒരു മേക്കപ്പ്, ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. അതായത് മുഖം വിളറി വെളുത്ത പോലെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഒരു ഇത് വന്നോട്ടെ വെച്ചിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ എല്ലാ വീഡിയോയിൽ വരുന്ന സംഭവമാണ്. മീൻസ് നമ്മൾ ഈ ക്യാരക്ടർ റോൾ ചെയ്യണോണ്ടേ ഞാൻ കുറച്ച് വെളുത്തോണ്ടാണ് തോന്നുന്നു. പിന്നെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ മേക്കപ്പ് ചെയ്തിട്ടാണ് അതന്നെ ഇപ്പോൾ ക്യാരക്ടർ റോൾ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്നതാണ്. ഇപ്പോൾ എന്താണ് മെയിനായിട്ട് തന്നെ എന്താണ് മേക്കപ്പ് അല്ല, എന്താ വേറൊരു സാധനം പറയും, ഫിൽറ്റർ അല്ല, പുട്ടി അതന്നെ. അപ്പോൾ ഞാൻ വെളുത്തിട്ടാണ് എന്ത് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ആ വെളുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, സാധാരണ നോർമൽ ലേഡീസ് യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്ട്സ്, ഇപ്പോൾ ഫൗണ്ടേഷൻ, പിന്നെന്താ മറ്റേ പൊടി, ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്ന പൊടി, പിന്നെ മറ്റേ പൗഡർ, ടോൾക്കം പൗഡർ, സാധാരണ നമ്മൾ കുട്ടിക്കൂറ പൗഡർ ആക്കല്ലേ, അങ്ങനത്തെ പൗഡർ പോലും ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഇനി ഇതിൻ്റെ മേലെ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ഇതാവും എന്ന് വിചാരിച്ചിട്ട്. അതൊന്നാമത്തെ കാര്യം. അതെ അത് രസമുണ്ടാവും. ഞാൻ മേക്കപ്പ് ചെയ്യാണ്ട് തന്നെ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് ഇടാറുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക് നന്നായിട്ടൊന്നുമില്ല. ഞാനൊരു കോട്ട് ഒരു ലിപ്സ്റ്റിക് അതെന്താ വെച്ചാൽ എനിക്ക് എന്താ പറയുക, ലിപ്സ്റ്റിക് അങ്ങനെ ലൈറ്റ് കളർ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, എനിക്ക് ഏത് ഷെയ്ഡാണ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് ഇടണു എന്നേ ഉള്ളൂ. അല്ലാണ്ട് എന്താ പറയുക, കുറേ മേക്കപ്പ് ചെയ്തിട്ടല്ല നമ്മൾ അങ്ങനെ വീഡിയോസ് ചെയ്യാൻ വന്നിരിക്കാറുള്ളത്. നോർമൽ സ്കിൻ തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. മേലേക്ക് വൈകുന്നേരം വന്നിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പം ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് ചോദിച്ചിട്ട്
നമ്മളൊരു പാവപ്പെട്ട ലേഡീൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് കരി വാരി തേച്ചു. അപ്പോൾ കുറേ ആൾക്കാരുടെ ചീത്ത പറയും, എന്തിനാണ് ഈ മറ്റെന്താണ് വേലക്കാരി എന്തിനാ കരി വാരി തേക്കിനെന്ന് ചോദിച്ചിട്ട് ഞാൻ അതൊക്കെ പറയണമെന്ന് വെച്ചാൽ ഈ സാധാരണക്കാർ ഒരു ദിവസം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് വെയിലത്തും പറമ്പിലൊക്കെ പണികളോ അവരിങ്ങനെ മേക്കപ്പ് ലിപ്സ്റ്റിക് ഇട്ട് നടക്കൂല, ടാനൊക്കെ അടിച്ചാൽ അപ്പോൾ കുറച്ച് കളർ കുറഞ്ഞ് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതല്ല ക്യാരക്ടറാണത്. ഈ പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഈ സ്കിൻ കളർ കണ്ടിട്ടാണോ പാവപ്പെട്ടവർ പണക്കാരൊന്നും തീരുമാനിക്കുക? ഇനി അതല്ല, പാവപ്പെട്ട ആൾക്കാർക്ക് മേക്കപ്പ് ചെയ്യാൻ പാടില്ലേ? മേക്കപ്പ് വാട്ട് ഈസ് മെയിൻ ബൈ മേക്കപ്പ്? എന്താണ് ഈ മേക്കപ്പ് എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ സ്കൂൾ സീസണിൽ ഇപ്പോൾ നമ്മളിതുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല എന്നോട് എന്താ വെച്ചാൽ ഒരാൾ വിളിച്ചിട്ട് എനിക്ക് വീടുണ്ട്, കാറ് സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ജോലിയില്ല, വൈഫ് ഇതുപോലെ ഹോസ്പിറ്റലിൽ കുറേ ഒരു മാസമായിട്ട് അഡ്മിറ്റാണ്, എനിക്ക് ജോലിയില്ല, ജോലിക്ക് കുറേ കൊടുക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഒരു കടയിൽ കയറി വെച്ചാൽ ഒരു മാസം ആരും എടുക്കണില്ല, എനിക്ക് 2 മാസം 1.5 മാസം കഴിഞ്ഞാൽ ജോലി കിട്ടും, ഒരാളെ പോവുകയാണ് റിസൈൻ ചെയ്ത് പോകണം, അപ്പോൾ അതിൻ്റെ പകരം കിട്ടും, അപ്പോൾ അതുവരെ 1.5 മാസങ്ങൾക്ക് ജോലിക്ക് കയറാനും പറ്റണില്ല, അപ്പോൾ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ സാധനങ്ങളില്ലാന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, പക്ഷേ അയാളുടെ കാറുണ്ട്, അടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടുണ്ട്, ചുറ്റുപാടുള്ള ആളായിരുന്നു, കുറേ കാലമായിട്ട് പണിയും ജാതി നടന്ന കാരണം ആൾ 5 പൈസ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അയാളെ സഹായിക്കാം. കാരണം എന്താ വെച്ചാൽ അയാൾ ഇതൊക്കെ വെച്ചത് അയാൾ പാസ്റ്റാണ്, അയാൾ പൈസ ഉള്ള സമയത്ത് വെച്ചു, ഇപ്പോൾ അയാളുടെ അടുത്തൊന്നുമില്ല, അപ്പോൾ അയാൾ സഹായിക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നുമില്ലെന്ന് വെച്ചാൽ അയാളൊക്കെ കൂടെ എടുത്ത് വിൽക്കാനും പറ്റൂലല്ലോ, അയാൾക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അതായത് ഇതിപ്പോൾ അപ്പോൾ നമ്മൾ അവർക്ക് അത് വേണ്ട കാര്യം ചെയ്തു കൊടുത്തു. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ മനസ്സിലെന്താ വെച്ചാൽ, ഞങ്ങളുടെ മനസ്സിലെന്താ വെച്ചാൽ, ഇപ്പം നമ്മളെ ചെയ്തു കൊടുത്തല്ലോ, ഞങ്ങൾക്ക് ജോബായി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം അയാൾ എന്ത് ചെയ്യും, വേറെ ഇതുപോലെ ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് കൊടുക്കും. അത് ഞങ്ങളത് കണ്ടിട്ടാണ് അയാൾക്ക് കൊടുത്തത്, ഞങ്ങൾ കൊടുക്കട്ട ആള്. അപ്പോൾ പറയാനുള്ള എന്താ വെച്ചാൽ, സ്കിന്നോ ആളോ വീടോ കാറോ കണ്ടിട്ടാണ് പണക്കാരനോ ഒരിക്കലും തെറ്റിയിരിക്കരുത്. പണക്കാരനാണോ പാവപ്പെട്ടവനാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, മേക്കപ്പ് ഇസ് നോട്ട് എ ക്രൈം. അതൊരു ക്രൈമൊന്നും അല്ല മേക്കപ്പ്. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ആളുകളുടെ പോകുമ്പോൾ വൃത്തിക്കും വെടുപ്പിൽ നടക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മേക്കപ്പ് പിന്നെ അതല്ല ഞാൻ പറഞ്ഞത്, മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. ലിപ്സ്റ്റിക്കാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ പിന്നെ ഞാൻ ലെൻസ് വയ്ക്കാറുണ്ട്, ഇടയ്ക്ക് കണ്ണിൻ്റെ മേലെ ഒന്ന് ഐലൈനർ വെച്ചിട്ട് ഈ മേലെ ഇങ്ങനെ എഴുതൂലേ, അങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്, അതൊന്നല്ല മേക്കപ്പ്. അതെ, അത് പറയട്ടോ, ഇതന്നെ മേക്കപ്പ് അല്ല. നിങ്ങളോടല്ല ഞാൻ പറയുന്നത്, എനിക്ക് ദേഷ്യം വരും അങ്ങനത്തെ കമൻറ്റ് കാണുമ്പോൾ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മേക്കപ്പ് എന്താ പറയുക, മേക്കപ്പ് ചെയ്യണത് ഒരു തെറ്റായത് കൊണ്ടല്ല. ഇപ്പം ഞാൻ മേക്കപ്പ് അല്ല, മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന് പറയേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അതൊരു തെറ്റോ അല്ല. ഞാനെന്നല്ല, ഏതൊരു ലേഡി മേക്കപ്പ് ചെയ്യണമെങ്കിലും. ഇപ്പോൾ കുറേ ഇപ്പോൾ ഞാൻ ചോദിക്കും, എനിക്ക് മാത്രമേ അങ്ങനത്തെ കമൻറ്റ് വരാറുള്ളൂ എന്ന് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ വേറെ ആൾക്കാർക്ക് വേറെ ഇതേപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക ഫെയിം ആയിട്ടുള്ള ആൾക്കാരുടെ കമൻറ്റ് ബോക്സൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അതിലും ഉണ്ടാവും ഇങ്ങനത്തെ കമൻറ്റ്സ് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ലേഡി മേക്കപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്കിൻ കളർ കുറച്ച് വെളുത്തോണ്ടാണോ അങ്ങനെ കമൻറ്റ് വരുന്നതെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കും. എന്തിനാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇടുന്നത് എന്നുള്ളത് ആലോചിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആൾക്കാരിൽ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വെളുത്തിരിക്കാൻ പാടില്ലേ അങ്ങനെ ചോദിക്കുക. നിങ്ങളെ ലുക്ക് കണ്ടാൽ നിങ്ങൾ പാവപ്പെട്ടവരാന്ന് തോന്നൂലല്ലോ എന്ന്. അല്ല, അതൊക്കെ നമുക്ക് എപ്പോഴും വരാറുള്ള ഒരു കമന്റ് ആണ് അത്. പിന്നെ ഒരുത്ത എന്താ പറയാ, അതില് എന്താണ് ലിപ്സ്റ്റിക്ക് തേച്ച് കഴിഞ്ഞാൽ എന്താണ് എന്തോ കിഡ്നി അടിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ കിഡ്നി അടിച്ചു പോകുന്നതൊക്കെ ആർക്കാണെന്നറിയോ? നമ്മൾ ഈ വീട്ടിൽ വിറകടുപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഒന്നുമില്ല, ലിപ്സ്റ്റിക്ക് ഒന്നിട്ടിട്ട് ആരും മരിച്ചു പോയിട്ടൊന്നുമില്ല. അപ്പോൾ അപ്പോൾ എനിക്ക് പറയാനെന്താ വെച്ചാൽ, പിന്നെ ആളുകളുടെ വൃത്തിക്കും എടുപ്പ് നടക്കുക, ഒരു സ്പ്രേ അടിച്ചിട്ടോ മേക്കപ്പ് വെച്ചിട്ടോ നല്ലതാണത്. അല്ല ആളുകൾക്ക് മറ്റേ സ്മെല്ലടിങ്ങിയ രീതിക്കോ അല്ലെങ്കിൽ പിന്നെ കാണാൻ ലുക്ക് ചെയ്യാത്ത രീതിക്കോ പോകണ്ട. അത് പറഞ്ഞത് എനിക്ക് വേറെ കാര്യം ഓർമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കല്യാണത്തിന് പോണ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുങ്ങി പോവുക അല്ലേ. അങ്ങനെയല്ല, പുറത്തേക്ക് പോകുമ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ഒരു 500 ആൾക്കാർ കാണുമല്ലോ എന്ന് വിചാരിച്ചത് നമ്മൾ ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് ഒരുങ്ങി നടക്കും. അപ്പോൾ നമ്മളൊക്കെ പ്ലാറ്റ്ഫോമിൽ കുറേ ആൾക്കാർ കാണുന്നുണ്ട്, അപ്പോൾ നമ്മൾ അത്യാവശ്യം വൃത്തിക്ക് നിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങൾ പൊതുവെ പിന്നെ വീട്ടിലാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനും അത്യാവശ്യം വൃത്തി എന്നാൽ പിന്നെ നമ്മൾ ഇങ്ങനത്തെ എന്താ പറയുക, വേറൊരു വീഡിയോയിൽ വന്ന കമന്റ് ആണ് കേട്ടോ, എന്താ പാവപ്പെട്ട ആളുടെ ഡ്രസ്സിങ് ഒന്നും അല്ലല്ലോ. പാവപ്പെട്ട ആൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സിങ് ഉണ്ടോ? അതെന്താണ് പാവപ്പെട്ട ഒരു കീറി തുന്നിയ ഡ്രസ്സ് ഇട്ട് നടക്കണം എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇടുങ്ങിയ ചിന്താഗതി, പൊട്ടക്കിണറ്റിലെ തവളന്നൊക്കെ പറയില്ലേ, ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. പാവപ്പെട്ടവര് കീറി തുന്നിയ കുപ്പായിട്ട് നടക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ. പാവപ്പെട്ടവരും ഉള്ളതിനനുസരിച്ചിട്ട് വൃത്തിക്ക് നടക്കണം. എന്താ പാവപ്പെട്ടവർക്ക് നല്ലപോലെ നടന്നൂടെ? നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നല്ല മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് നടന്നൂടെ? അത് നടക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല എന്നാണ് സൊസൈറ്റി പറയണത്.
അതിനിപ്പോൾ നമുക്കൊന്നും പറയാനില്ല, അവരുടെ ചിന്താഗതി. അതെ. അപ്പോൾ ഇതാണിപ്പോൾ കുറച്ച് കമൻറ്റുകൾ ഉള്ളത്. ഒരു മിനിറ്റ്, ഒരു ഇതും കൂടെ ഒക്കെ ഓർമ്മ വന്നു. നിങ്ങൾ എന്താ പറയുക, കമൻറ്റിന് എന്താണ് റൂഡായി റിപ്ലൈ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കമൻറ്റ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു കമൻറ്റ് അപ്പോൾ കണ്ടപ്പോൾ ഞാനൊക്കെ സ്റ്റക്കായി, റൂഡായിട്ടോ. അപ്പോൾ ഏതാ വെച്ചാൽ ഏതോ ഒരു കമൻറ്റിൽ കമൻറ്റ് ഇങ്ങോട്ട് റൂഡായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ട് റൂഡായാലും അങ്ങോട്ട് റൂഡ്. അങ്ങോട്ട് ഞങ്ങൾ ഗാന്ധിജിയോ ഒരു കാരണത്ത് അടിച്ചാൽ മറ്റേ കാരണം അടിച്ചോന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഗാന്ധിജി ഒന്നുമല്ല. ഞങ്ങളെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഹേർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പറയും. ഇപ്പോഴല്ല കേട്ടോ, കുറേ ആയി. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോഴാണല്ലോ ഇങ്ങനെ ഇരുന്നിട്ടൊരു വീഡിയോ എടുക്കണത്. 2 മാസമായി അങ്ങനെ ആ ഒരു കമൻറ്റ് വന്നിട്ട് കേട്ടോ. എന്നെ പോലെ എല്ലാ കമന്റിനും റിപ്ലൈ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എനിക്ക് പിന്നെ പറയുന്നില്ലാത്തതുകൊണ്ട് ഇല്ല, ഉറക്കം ഒഴിച്ച് വരെ ഞാൻ കമന്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. അതെന്താ സംഭവം എന്നറിയോ, ഇപ്പം ഞാൻ പണ്ട് കേട്ടോ, അപ്പം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ നമ്മളൊരു 4 ആൾ തിരിച്ചറിയണ ആ ഒരു സ്റ്റേജിൽ എത്തുന്നതിന് മുന്നൊക്കെ ഇപ്പം ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാൻ ഇതേമാതിരി ഏതെങ്കിലും കമൻറ്റൊക്കെ ഞാൻ ആർക്കെങ്കിലും ഒക്കെ ഇടും, ഏതെങ്കിലും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിന് ഞാൻ കമൻറ്റ് ഇടും. അപ്പോൾ അവർ എന്താ പറയുക, ഇപ്പോൾ അനുസിതാര ലൈക്ക്ഡ് യുവർ കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എനിക്ക് മറ്റേ കാക്കും എന്താ പറയല്, മറ്റേ വെള്ളിയാഴ്ചയും വലിയ പെരുന്നാൾ ഒരുമിച്ച് വന്നു പറയല്, അങ്ങനെ സന്തോഷമാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം നമ്മളത്ര വലിയ ആളൊന്നും ആയിട്ടില്ല. അപ്പം എന്നാലും നമ്മുടെ ഒരു ലൈക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാർട്ട് കൊണ്ടോ എനിക്കറിയാൻ പറ്റുന്ന വെച്ചിട്ടാ, നമ്മള് ഞാനൊരു വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. വർക്കിന് പോകുമ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട ചെറിയ മക്കളുണ്ടാവും, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നൊക്കെ വെച്ച് വരും. നമ്മൾ വർക്കിനൊക്കെ എടുത്ത് ആകെ വർക്കിന്റെ ഓടി പാച്ചിലൊക്കെ പക്ഷെ അവരെടുക്കും, അവർക്കും ഒരു സന്തോഷം കാണണം. നമ്മൾ സംഭവമായിട്ടില്ല, അവർ സ്ഥിരം നമ്മളെ ഫോണിൽ ഇങ്ങനെ കാണണല്ലേ, കാണുമ്പോൾ അവർ നേരിട്ട് കണ്ടപ്പോൾ ഒരു ആകാംക്ഷ. ചെക്കന്മാര് കുട്ടികൾ കളിയാക്കും, നമ്മുടെ ഒപ്പം വരുന്ന പയ്യന്മാര് കളിയാക്കും, സെലിബ്രിറ്റി അല്ല കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും. നമ്മളാണെങ്കിലും ചെറിയ കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ. അപ്പൊ അതാണ് കമന്റിന്റെ ഇതാണ്, എന്താ വെച്ചാൽ നമ്മളൊരു കമന്റ് റിപ്പോർട്ട് എടുത്താൽ അവരെ ഹാപ്പി. കാക്കുന്റെ ഉമ്മ കളിയാക്കിയത് എന്താണ്, മമ്മൂട്ടിനും മോഹൻലാലും കണ്ട എത്ര പൊലിവുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയപ്പോ കുട്ടികളെ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങളും ചെയ്യണ്, അവരുടെ ഹാപ്പിയാണ്, ഭയങ്കര രസമാണ്. ഞങ്ങളിത് പറയും. പിന്നെ അവര് ഇന്നലെ ആരും ഒരാൾ കമന്റ് ഇട്ട് കേട്ടോ, ഇന്നലെ ആണോ ഇന്നലെ തന്നെ ആയിരിക്കും, മേ ബി ചിലപ്പോൾ ഇന്നലെ ഞങ്ങൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മഞ്ചേരിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ ആണോ അയാൾ കണ്ടതെന്ന് അറിയില്ല, അതോ നിങ്ങളെ മാത്രം കണ്ടതാന്ന് അറിയില്ല. ഞാൻ നിങ്ങളെ കാറിന്റെ പുറകുന്ന് ഒരുപാട് വിളിച്ചു, അങ്ങനെ എനിക്ക് നിങ്ങളെ വെറുപ്പാണ്, നിങ്ങളുടെ കാറിന്റെ പുറകുന്ന് ഞാൻ ഒരുപാട് വിളിച്ചു, പക്ഷെ നിങ്ങൾ ഇന്നെ മെയിൻ ചെയ്യാണ്ട് കാറിൽ കയറിപ്പോയിന്ന്. നമുക്ക് ഓർക്ക് ഞങ്ങൾ അറിയുന്നുണ്ടാവും. ഇനിയിപ്പോൾ കാക്കുനെ മാത്രമാണോ അതോ ഇന്നലത്തെ പ്രോഗ്രാമിന് പോയപ്പോൾ കണ്ടാണോ ഒന്നും അറിയില്ല, ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പം അവർക്ക് ഞങ്ങളെ ബാക്കിൽ നിന്നൊക്കെ വിളിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കേൾക്കുക. നമ്മൾ വീഡിയോ ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് നമ്മളെ കണ്ട് പരിചയമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മളെ ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് ആണ്. ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ വണ്ടി കയറുന്ന നേരത്തൊക്കെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. അല്ല ഇത് ഇതന്നെ സംഭവം, ചിലപ്പോൾ അറിയില്ലല്ലോ, അപ്പോൾ നേരിട്ടിട്ട് മുന്നേ വന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംസാരിച്ചിട്ടുള്ള ഏതെങ്കിലും ബാക്കിന്ന് ഷൂ എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കും, അങ്ങനെ നമ്മൾ നോക്കാറില്ല. അങ്ങനെ ഷൂ എന്നൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ നോക്കുക, ആരും നമുക്കറിയില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും വെറുതെ വഷളാവൂലേ. ഹോട്ടലൊക്കെ റെസ്റ്റോറന്റിലൊക്കെ ആണെങ്കിൽ എന്താ പറയാ വെയിറ്റർമാരുടെ ഇട്ട് വിളിച്ചതാവും, അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ മുന്നിലൊന്ന് സംസാരിക്കുക, അപ്പോൾ ഞങ്ങൾ ഹാപ്പി. ആരെങ്കിലും ഒന്ന് പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയുക, ഇപ്പൊ ഇന്നലെ നമ്മള് കുഞ്ഞാറ്റയ്ക്കൊക്കെ ചെരുപ്പ്, മിഞ്ഞാന്ന് കുഞ്ഞാറ്റയ്ക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ 2 കുട്ടികളും ഒരു അമ്മയല്ലേ, അവര് നമ്മളെ കണ്ടിട്ട് മീൻസ് അവർക്ക് ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ റോട്ടിൽ കിടന്ന് വലിയുണ്ടായിരുന്നു. അപ്പൊ കാക്കു അവരെ ഇങ്ങനെ കാണിച്ച്, അപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നിട്ട് അവർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതേമാതിരി കണ്ടു എന്ന് പറഞ്ഞ കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ കണ്ടിട്ട് ആരും കാണാത്ത പോലെ പോയിട്ടില്ല. ഒരാള് നമ്മളെ വിളിച്ച നമുക്ക് സംസാരിക്കാൻ ഇന്നറിഞ്ഞവർ പറയും, ഞാൻ എല്ലാവരോടും സംസാരിക്കും. എനിക്ക് ചില സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാന്നൊരു ബോധം തന്നെ ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ആരും പുറത്തുനിന്ന് അങ്ങനെ കാണില്ല കേട്ടോ, കാരണം ഞാൻ അങ്ങനെ പുറത്ത് പോകാത്ത ആളായതുകൊണ്ട്. അങ്ങനല്ല, വല്ല ഷോപ്പിങ്ങിനൊക്കെ ഞാൻ പുറത്ത് പോകുള്ളൂ, അല്ലാണ്ട് എപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നത്. കാക്കു ആണല്ലോ എപ്പോഴും പുറത്ത് പോകണത്, അപ്പൊ കാക്കുനെയാണ് ഇക്കന്നെ ഓർമ്മ ഉണ്ടാവില്ല ഞാൻ വീഡിയോ ചെയ്യുന്നതാണെന്നല്ലേ. ചിലർ വന്നിട്ട് നമ്മുടെ കണ്ടന്റ് വെച്ചിട്ട് എന്നാ വന്ന് ഗൾഫിൽ നിന്ന് പല വീഡിയോ ഗൾഫിൽ നിന്നോ ആ വീഡിയോ ഞാൻ വീഡിയോ ചെയ്യുന്നതാണല്ലേ. നിങ്ങൾ സംസാരിച്ച് നമ്മൾ സംസാരിക്കും. പിന്നെ ചിലർക്ക് എന്തോ ഒരു പിന്നെ ചില ഇന്നൊക്കെ ഇങ്ങനെ പുറത്ത് കാണുമ്പോഴേ എന്തോ ഇങ്ങനെ ഒരു പരസ്പരം എന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കണി ചിരിക്കണം കാണാം. നമ്മളല്ലേ എന്തോ ഞാൻ ചിരിച്ചെടുക്കും, അപ്പൊ ചിരിച്ചിടി അല്ലെങ്കിൽ ഞാൻ ചിരിച്ചിടാന്ന് പറയും. നിങ്ങൾക്കൊന്ന് സംസാരിച്ചിട്ട് നമ്മൾ നിങ്ങളെ പെട്ടെന്ന് ആൾ തന്നെയാണ്, സാധാ ആള്. ചിലപ്പോൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ആളെന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. എൻ്റെ പയ്യന്മാരോട് എപ്പോഴും പറയും, നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളെന്നുള്ള ബോധം ഉണ്ടായിക്കോട്ടെ അറിയും. ചിലപ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ചോദിക്കും, അപ്പോൾ പറയും എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ ചിരിപ്പോൾ ഞാൻ എന്താ പിന്നെ ഇന്ന ചിരിക്കാണെന്നുള്ള ലെവലിൽ സംസാരിക്കും. അപ്പോൾ അതെനിക്ക് ഓർമ്മ ചെയ്തിട്ട് കുറേ രസകരമായ കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്നിട്ട് ഞങ്ങൾ ചിരിച്ചത് നിങ്ങളെ വീഡിയോസ് കാണുന്നുണ്ട് ചിരിച്ചത്
ആ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞാൻ വീടിയാണ് ഒരു എല്ലാ കമ്പനിയാവും ചെയ്യും. അപ്പം നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളങ്ങനെ അഹങ്കരിക്കാൻ മാത്രം ആരുമല്ല, അതെ. നമ്മൾ കാണായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ഇനി കാണുമ്പോൾ എല്ലാവരും വന്ന് സംസാരിക്കാം. അപ്പം അതുകൊണ്ടൊന്നും ഞങ്ങളെ വെറുക്കരുത് കേട്ടോ, അവർ വിളിച്ചിട്ട് അപ്പോൾ വേറെന്താ പറയുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പം നല്ല മഴയൊക്കെയാണ്. അപ്പം ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോകണം, മക്കൾ നടന്നു പോകണ മക്കളിനൊക്കെ ശ്രദ്ധിക്കുക. മാക്സിമം രക്ഷിതാക്കൾ സ്കൂളിലേക്ക് ആക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആക്കുക, പുതിയ മക്കളിനൊക്കെ. ഈ തോട്ടിലും പാടത്തൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. പിന്നെ ഈ വണ്ടികൾ പോകുമ്പോഴൊന്നും വണ്ടിക്കാർക്കും സൈഡൊന്നും കാണാൻ പറ്റില്ല ഈ മഴ ചെയ്യുമ്പോൾ. ഈ ചിലവരാശം നിർത്തും ചെയ്യും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കുട്ടികൾക്ക് വെച്ചാൽ ഈ മഴയത്ത് ചളിയിൽ ഇട്ട് വെച്ചിട്ട് റോട്ടിലേക്ക് കയറി നടക്കും. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ബോധം കൊടുത്ത് വിടുക, നല്ല ഒരു എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടുക. നമ്മുടെ മക്കളാണ്, എന്തെങ്കിലുമൊക്കെ പറ്റിയത് തന്നെയാണ്. പിന്നീട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് ബദലായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടോ കാര്യമില്ല, നല്ല ശ്രദ്ധിക്കുക. പിന്നൊക്കെ വിദ്യയാണ്, നമ്മളെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ വീഴുക. സ്കൂൾ തുറക്കാനായി, അപ്പോൾ നല്ല മഴയാണ്, എന്താ പറയുക പ്രളയം പോലത്തെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക, സ്കൂളൊക്കെ തുറക്കുന്നതാണ് പ്രത്യേകം. പിന്നെ ജോലിക്കോണവരൊക്കെ മാക്സിമം വെള്ളം അടിച്ചിട്ട് റോട്ടിൽ കൂടെ കയറി നടക്കാതിരിക്കുക. ഞാൻ പലതും കാണുന്നുണ്ട്, നമ്മളിങ്ങനെ ഞാൻ സ്ഥിരം വർക്കിന് പോകുമ്പോഴേ ഈ റോട്ടിൽ കൂടെ ചില പ്രായമുള്ളവരൊക്കെ കയറി നടക്കും. അപ്പോൾ ഈ വരുന്ന വണ്ടിക്ക് ബ്രേക്ക് പിടിക്കാതെ തട്ടുകയും ചെയ്യാം. ഇഷ്ടംപോലെ സ്കൂട്ടി ആയിട്ടുള്ള പ്രായമുള്ളവർ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കി ചവിട്ടുക. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് അറിയുന്നവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മഴക്കാലത്ത് ഇങ്ങനെ ചെയ്യല്ലേ. ഞാൻ ഇഷ്ടംപോലെ കാണുന്നുണ്ട്, ഞാൻ എപ്പോഴും ഈ മെയിൻ റോട്ടിൽ കൂടെ ഇങ്ങനെ ഹൈവേ കൂടെ പോകുന്ന ആളായിരുന്നു. അതെ, നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വെച്ചാൽ നടന്നു പോകുന്ന ആൾക്കാർ വണ്ടിക്കാർ ശ്രദ്ധിക്കട്ടെ എന്നുള്ള ലെവലിലായിരിക്കും. അപ്പോൾ നമ്മളെ കാണും, നമ്മളെ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് ഉള്ളത്, എന്തെങ്കിലും മെസ്സേജ് സമാധാനം ഉണ്ടാവില്ല, മഴക്കാലമാണ് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആ നമ്മുടെ ആൾക്കാർ കണ്ടോളൂ. ഹാപ്പി ആയിട്ടിരിക്കുക, ഫുഡ് കഴിച്ച് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ നമ്മൾ രാത്രിയല്ലേ. ഗുഡ് നൈറ്റ്. ഓക്കെ.